ഇന്നൊരു ഈസി റവ ദോശയുടെ റെസിപ്പിയാണ്. ഒരു ബൗളിലോട്ട് 2 കപ്പ് റവ, ഞാൻ ഉപയോഗിച്ചേക്കുന്ന വറുത്ത റവ, നിങ്ങൾക്ക് വേണമെങ്കിൽ വറുക്കാത്ത റവ ഉപയോഗിക്കാം. ഒരു 3/4 കപ്പ് അരിപ്പൊടി, നല്ല സോഫ്റ്റ് പത്തിരിപ്പൊടി അങ്ങനത്തെ ഇല്ലേ ആ പൊടി ഉപയോഗിക്കണേ. അതൊരു 3/4 കപ്പ്. പിന്നെ ഒരു 3/4 കപ്പ് മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. മൈദപ്പൊടി നിർബന്ധമാണ്. നമുക്ക് ഹോട്ടൽ സ്റ്റൈൽ നല്ല ക്രിസ്പി ഷൈനി ദോശ കിട്ടണമെങ്കിൽ മൈദ ഇടണേ. എന്നിട്ട് എല്ലാം കൂടെ നല്ല മിക്സ് ചെയ്തിട്ട് ഞാൻ 1 കപ്പ്, 2 കപ്പ്, 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം 4 കപ്പ് ഒഴിച്ച് ആ പൊടി നല്ലപോലെ ഒരു 5 തൊട്ട് 7 മിനിറ്റ് വരെ നല്ല മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തെങ്കിലേ ആ മാവ് നല്ല ഇതാവത്തുള്ളൂ. മിക്സിയിലൊന്നും ഇട്ട് അടിക്കാൻ പാടില്ല. ഇതുപോലെ വിസ്കോ ഫോർക്കോ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്താണെങ്കിലും 5 മിനിറ്റ് മിക്സ് ചെയ്യണേ. എന്നിട്ട് കണ്ടില്ലേ നല്ല ബബിൾസ് പോലെ വന്നു കഴിഞ്ഞപ്പം ഒരുമാതിരി മിക്സായെന്ന് അതിൻ്റെ അർത്ഥം. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 കപ്പും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ കായപ്പൊടി, ഇച്ചിരി വേപ്പില, നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില, അണ്ടിപ്പരിപ്പ് നുറുക്കിയത് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ജീരകമല്ല, ഞാൻ ഇതിന് ജീരകപ്പൊടിയായിടുന്നേ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/4 ടീസ്പൂൺ ജീരകമായിട്ടും ഇട്ട് കൊടുക്കുക. ഇവിടെ കടിക്കുന്ന ഇഷ്ടമല്ലതുകൊണ്ട് ഞാൻ പൊടി ഇടുന്നത്. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 1.5 മണിക്കൂർ ഇതിങ്ങനെ അടച്ച് വെച്ചേക്കാം. എന്താണേലും 1 മണിക്കൂർ ഇങ്ങനെ അടച്ച് വെക്കണേ. 1.5 മണിക്കൂർ കഴിഞ്ഞ് കണ്ടില്ലേ വെള്ളമൊക്കെ തെളിഞ്ഞ് നല്ല ഇതായി കിടക്കുന്നത്. ആ റവയൊക്കെ കണ്ട നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇച്ചിരിയും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഈ കൺസിസ്റ്റൻസി പോരാ കേട്ടോ, നല്ല നീണ്ടിരിക്കണം. നമ്മളിപ്പോൾ ടോട്ടൽ 6 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ, ഇനിയും ഒഴിക്കണം. കണ്ടില്ലേ, പിന്നെ 7 കപ്പ് വെള്ളം ഒഴിച്ച് ഈ കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഇതായിരിക്കണം ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇപ്പം ഞാൻ ടോട്ടൽ 7 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു ദോശക്കല്ല്, ഫ്രൈ പാനിൽ ചുട്ട ഇത്രയും ഹോൾസ് കിട്ടത്തില്ല കേട്ടോ. ഒരു ദോശക്കല്ലെടുത്തിട്ട് നല്ല പോലെ എണ്ണയൊഴിച്ച് ഞാനൊരു സവാള വെച്ചൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇരുമ്പൻ ചട്ടി തന്നെ നല്ലത്. എന്നിട്ട് അതിലോട്ട് കണ്ടില്ലേ മാവ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം. ആ മല്ലിയിലയും നമ്മൾ ജീരകവും ഒക്കെ ഇടുമ്പോഴാണ് ശരിക്കും ഈ ദോശയുടെ മണം വരുന്നത്. ഇഞ്ചിയൊക്കെ ഇടത്തില്ലേ, അപ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ ഈ ദോശയ്ക്ക്. ഒരു 5 മിനിറ്റ് അവിടെ കിടന്ന് ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി കണ്ടില്ലേ സൈഡൊക്കെ മുരിഞ്ഞ് വരുമ്പോൾ അത് സ്വന്തം ഇളകി വരും കേട്ടോ. പക്ഷേ ഇത്രയും നല്ല ടെക്സ്ചർ നമുക്ക് നോൺ സ്റ്റിക്ക് കിട്ടുന്നില്ല. ഞാൻ ചുട്ടിട്ട് നോൺ സ്റ്റിക്കിൽ അത്രയും കിട്ടിയില്ല. കണ്ടില്ലേ നല്ല സൂപ്പർ റവ ദോശ, നല്ല ചൂടോടുകൂടി ചമ്മന്തിയായിട്ടൊക്കെ കഴിക്കണം കേട്ടോ. തക്കാളി ചമ്മന്തിയോ വെള്ളച്ചമ്മന്തിയോ ഒരെണ്ണം കൂടെ ഞാൻ ചുട്ട് കാണിച്ചു തരാവേ. ഈ ഇരുമ്പൻ ചട്ടിയൊക്കെ ആകുമ്പോൾ ഇച്ചിരി സവാളയൊക്കെ തൂക്കുന്നത് നല്ലതാണ്. കണ്ടില്ല, അടുത്ത ദോശ ഒഴിച്ച് ഭയങ്കര ചൂടാണ്. നമ്മൾ ഒഴിക്കുന്നതിന് മുമ്പ് ആ കല്ലങ്ങ് ഇതാവും. കണ്ടില്ല, അതും അങ്ങ് ഇളകി നല്ല സൂപ്പറായിട്ട് ഇളകി വരും കേട്ടോ. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദോശക്കല്ലാണെങ്കിൽ കുഴപ്പമില്ല. ഈ ഇത്രയും ഹോൾസ് കിട്ടുന്നത് ഈ ദോശക്കല്ലിൽ ചുടുന്നതുകൊണ്ടാണ്. നല്ല ഹോട്ടൽ സ്റ്റൈൽ ക്രിസ്പി ഷൈനി സോഫ്റ്റ് റവ ദോശയാണ്. കറക്റ്റ് റെസിപ്പി. ഇത്രയും വെള്ളം ഒഴിച്ച് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കേ. കണ്ടില്ലേ നല്ല റവ ദോശയും വെള്ളച്ചമ്മന്തിയും. താങ്ക് യു.